2 ദിവസങ്ങളിലായി മൂന്നാറിൽ നടന്നു വന്നിരുന്ന ജില്ലാ ക്ഷീര കർഷക സംഗമം സമാപിച്ചു. ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാൽ ഉൽപാദന കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലെത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലയുടെ ക്ഷീരമേഖലയ്ക്ക് കൂടുതൽ ഉണർവേകാൻ ലക്ഷ്യമിട്ടായിരുന്നു ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ മൂന്നാർ ലക്ഷ്മി ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ ത്രിതല പഞ്ചായത്തുകൾ, മിൽമ, മൃഗസംരക്ഷണ വകുപ്പ്, കേരള ഫീഡ്സ്, ക്ഷീരസഹകരണ സംഘങ്ങൾ, ജില്ലയിലെ മറ്റു സഹകരണ സ്ഥാപനങ്ങൾ, ക്ഷീരകർഷകർ എന്നിവരുടെ സഹകരണത്തോടെ മൂന്നാറിൽ 2 ദിവസത്തെ ക്ഷീരകർഷക സംഗമം സംഘടിപ്പിച്ചത്. സംഗമത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ 100 ദിന പരിപാടികളിൽ ഉൾപ്പെട്ട ക്ഷീരാലയം പദ്ധതിയുടെ ഉദ്ഘാടനം, മിൽക്ക് ATM ഉദ്ഘാടനം, പാലുൽപ്പന്നങ്ങളുടെ പ്രദർശനം, ഡയറി എക്സിബിഷൻ, ക്ഷീരസംഘം പ്രതിനിധികൾക്കുള്ള ശില്പശാല, ക്ഷീരകർഷകരെ ആദരിക്കൽ, വിവിധ അവാർഡുകളുടെ വിതരണം, ഡയറി ക്വിസ് തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചത്. ക്ഷീരവകുപ്പ് മന്ത്രി കെ ചിഞ്ചുറാണി സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയുടെ മുമ്പോട്ട് പോക്കിനായുള്ള വിവിധ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുകയാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ നമ്മൾ ഇൻഷുറൻസ് പദ്ധതി വെട്ടി കുറയ്ക്കുന്നില്ല, അതും കുറയിച്ച് നമ്മൾ കൊണ്ടുവരുന്നു. ക്ഷീര സ്വാതന്ത്ര്യം പദ്ധതിയുണ്ട്. രാത്രികാല സേവനം കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ബ്ലോക്കുകളിലും ഓരോ വാഹനം വെറ്റിനറി ആംബുലൻസുകൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ നടക്കുകയാണ്. നമുക്കറിയാം, വെറ്റിനറി ഡോക്ടർ അതിനകത്ത് കാണാം, ഒരു ഡ്രൈവർ കം അറ്റൻഡർ ആ വാഹനത്തിൽ കാണാം. 1962 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡോക്ടർ സേവനം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരത്തക്ക നിലയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. MLA മാരായ MM മണി, വാഴൂർ സോമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, മിൽമ പ്രതിനിധികൾ, ലക്ഷ്മി ക്ഷീരസംഘം പ്രസിഡന്റ് I. ഗുരുസ്വാമി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ക്ഷീരസംഘം ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. ക്ഷീരാലയം പദ്ധതിക്ക് സ്ഥലം അനുവദിച്ച കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനിയെ ചടങ്ങിൽ അനുമോദിച്ചു. മിൽക്ക് ATMന് സ്ഥലം അനുവദിച്ച മൂന്നാർ പഞ്ചായത്തിനെയും അനുമോദിച്ചു. സംഗമത്തിൽ മികച്ച ക്ഷീരകർഷകർക്കുൾപ്പെടെ വിവിധ അവാർഡുകൾ സമ്മാനിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.